എല്ലാവരും കടന്നു വരൂ, കപ്പലണ്ടി കടയിലേക്ക് കടന്നു വരൂ. കപ്പലണ്ടി കടയിലേക്ക് സ്വാഗതം. വരൂ വരൂ വരൂ, ചേച്ചി വന്നേ, ചേച്ചി വാ. കപ്പലണ്ടി കപ്പലണ്ടി കപ്പലണ്ടി. തൃശൂർ നെടുപുഴ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലാണ് തിരുനാൾ ദിനം വികാരിയച്ഛൻ കപ്പലണ്ടി കട തുറന്നത്. കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയെങ്കിലും ഉദ്ദേശിച്ച ലക്ഷ്യം കാണാത്തതിനാലാണ് കടല വിൽപ്പനയിലേക്ക് തിരിഞ്ഞതെന്ന് വികാരി ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു. അപ്പോൾ അവന് വന്ന് പറഞ്ഞു, പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ അവന് ഈ ട്രാൻസ്പ്ലാന്റേഷനുള്ള പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒരു സംഭാവന അവൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്തു, സംഭാവന അയക്കേണ്ടവർക്ക് അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് കുറച്ച് കിട്ടിയിരുന്നു, ഒരു 2-3 ലക്ഷത്തിൻ്റെ അടുത്ത് ആയില്ലായിരുന്നു. അപ്പോൾ പിന്നെ പെരുന്നാൾ വന്ന സമയമായി. ഇപ്പോൾ പെരുന്നാളിനും കൂടി നമുക്കിങ്ങനെ ആൾക്കാരെ ഒന്ന് അവയർനെസ് അതിലേക്ക് കൊണ്ടുവരാനും ചെറിയൊരു സംഭാവനയുടെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കപ്പലണ്ടി കച്ചവടം മുറ്റത്ത് ചെയ്യാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ അങ്ങനെ അത് പ്ലാൻ ചെയ്തു. അതുവഴിയായിട്ട് നമുക്കൊരു 3.5 ലക്ഷം രൂപ കപ്പലണ്ടി കച്ചവടത്തിലൂടെ കിട്ടി. ആദ്യ ദിവസം 35,000 ക്യാഷായിട്ടും പിന്നെ 18,000 ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കിട്ടി. പിറ്റേ ദിവസം ഏകദേശം കുറച്ച് കൂടുതൽ പൈസ കിട്ടി. അതിൽ 1 പവൻ സ്വർണ്ണം ഒരാൾ തന്നു, 1 ലക്ഷത്തിൻ്റെ ചെക്ക് വേറൊരാൾ തന്നു. അങ്ങനെ കുറേ പൈസയ്ക്ക് ആയിട്ടപ്പോൾ നമുക്കൊരു നല്ലൊരു സംഖ്യ പെരുന്നാളിൻ്റെ അന്ന് ഞായറാഴ്ച തിരുനാൾ കുർബാന കഴിഞ്ഞ ഉടനെ കേട്ടുള്ള സമയത്തായിട്ട് നമുക്ക് കിട്ടി. പിറ്റേ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ നടത്തി. അങ്ങനെ 3.5 ലക്ഷത്തോളം രൂപ നമുക്ക് ഈ കപ്പലണ്ടി കച്ചവടത്തിലൂടെ കിട്ടി. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു 7 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു 5000 ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോമ്പ് പിടിക്കുന്ന അന്ന് അത് ഇവിടുത്തെ ഈ സിജിന് വേണ്ടിയുള്ള സഹായ സമിതിയുടെ നേതൃത്വത്തിൽ അത് മറ്റ് ഇടവകയിലും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്കും കൊടുത്ത് ഒരു 100 രൂപയ്ക്കായിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. സാധനങ്ങളൊക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്കൊരു 5 ലക്ഷം കൂടി കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നീട് ബാക്കി കുറച്ചും കൂടിയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരോ ഈ കമ്മിറ്റിയുടെ ആശയപ്രകാരം അങ്ങനെ സാമ്പത്തികം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം നല്ല പൈസ ആയതിനു ശേഷം വേണം നമുക്ക് ഈ കിഡ്നി ഡോണറെ കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓപ്പറേഷൻ്റെ സമയം കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുനാളിനായി കത്തിച്ചു തീർക്കുന്ന പണവും അളവില്ലാത്ത വിധം ആഘോഷങ്ങൾക്കായി ചെലവഴിക്കപ്പെടുന്ന പണവും മാറ്റിവെച്ചാൽ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള അനേകം പേരുടെ ജീവിതത്തിനൊരു തിളക്കമാകാൻ കഴിയില്ലേ? ജോബച്ചൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തെയും പ്രകാശമാനമാക്കട്ടെ.